ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്ന് ഞാൻ അവിടെ കയറിയെന്ന് പാർസൽ ചെയ്ത് ചമ്മന്തി അത് ഇതൊക്കെ എടുത്ത് പാർസൽ ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ വിളമ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ഒരു എന്താ പറയുക പൊറോട്ട പിസ്സ എന്ന് പറഞ്ഞൊരു സംഭവം, അത് ഇപ്പം പല സ്ഥലങ്ങളിലും പല പേരിൽ അറിയപ്പെടും. അത് മുട്ട പൊട്ടിത്തെറിച്ചതെന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടുപിടിച്ചൊരു സംഭവമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പൊറോട്ട, അതിൻ്റെ മുകളിൽ ഒരു 2 മുട്ട പൊട്ടിച്ചവൻ്റെ ബുൾസേ പോലെ. ഇല്ല, ഞാൻ പറഞ്ഞു കൊടുത്തു അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കൂടെ നിൽക്കും. ഒരു പൊറോട്ട ഇട്ട്, ചുട്ട പൊറോട്ട തന്നെ നേരെ അതിൻ്റെ അകത്ത് കല്ലിലോട്ട് ഇടും. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു 3 മുട്ട 2 മുട്ട പൊട്ടിച്ചൊഴിക്കും, ബുൾസേ പോലെ പൊട്ടിച്ചൊഴിക്കും. എന്നിട്ട് അത് ആ പൊറോട്ടയുടെ ചുറ്റിനും ഇങ്ങനെ ചേർത്ത് വയ്ക്കും. അത് ഒലിച്ച് പോകാണ്ട് എല്ലാം ചേർത്ത് വയ്ക്കും. ഈ ചിക്കൻ ഫ്രൈ ചെയ്യണ പൊടി ഉണ്ടല്ലോ, ചിക്കൻ ഫ്രൈയുടെ പൊടി, ആ പൊടി ഈ പൊറോട്ടയുടെ മുകളിലോട്ട് ഇടും. അതിൻ്റെ മുകളിൽ ഒരു പൊറോട്ടയും കൂടെ വയ്ക്കും. എന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമ്മൾ 4ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഈ പിസ്സ പോലെ അത് പ്ലേറ്റിൽ സെർവ് ചെയ്യും. അത് ഭയങ്കര ആദ്യം നല്ല സക്സസ്ഫുള്ളായി. അത് ഒത്തിരി ആൾക്കാരൊന്ന് മേടിച്ച് കഴിച്ച് നമുക്ക് അത്യാവശ്യം ഇപ്പോഴത്തെ കാലഘട്ടം വരുന്നെങ്കിൽ കുറെ കൂടെ ഹെൽപ്പായിരുന്നു. കാരണം സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ സെയിലായി. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വ്ളോഗിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയേനെ. കറക്റ്റ്. ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെ അതൊന്നും ഇല്ല. അപ്പം എനിക്ക് തോന്നുന്നു ടൈം കുറച്ച് പിന്നെ മാത്രമല്ല ശരിയായില്ല സ്റ്റാർട്ട് ചെയ്ത്.